അഴിമതി കേസുകൾ അന്വേഷിക്കാൻ സൈബർ വിജിലൻസ് യൂണിറ്റ്, പരാതി പരിശോധിക്കാൻ AI സാങ്കേതിക വിദ്യ തുടങ്ങിയവ ഉൾപ്പെടുത്തി പ്രൊജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. പുതിയ പദ്ധതിയുടെ കരട് രേഖ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് വിജിലൻസ് ഉദ്യോഗസ്ഥർ സമർപ്പിച്ചു. രാവിലെ വിജിലൻസ് ആസ്ഥാനത്തെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിൽ ഉദ്യോഗസ്ഥർ പുതിയ പദ്ധതിയുടെ കരട് രേഖ അവതരിപ്പിച്ചു. കേരളത്തെ അഴിമതി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജിലൻസ് നടപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് പ്രോജക്ട് സീറോ. അഴിമതിക്കാർക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകുന്നതാണ് വിജിലൻസിന്റെ പുതിയ പ്രോജക്ട് സീറോ പദ്ധതി. കാലാനുസൃതമായ മാറ്റങ്ങളോടെ 1969 വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കാനും യോഗത്തിൽ തീരുമാനമായി. പരാതികൾ കൃത്യമായി വിലയിരുത്താൻ AI സാങ്കേതിക വിദ്യയും സൈബർ വിജിലൻസ് യൂണിറ്റും സജ്ജമാക്കുന്നതിലൂടെ അഴിമതി തടയൽ കൂടുതൽ കാര്യക്ഷമമാക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥരെ കർശനമായി ശിക്ഷിച്ചാൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് കൂടി പാഠമാകൂ എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന്റെ പേര് പ്രോജക്ട് സീറോ എന്നുള്ളതാണ്. ടുഗദർ ലെറ്റ് us ബിൽഡ് എ കറപ്ഷൻ ഫ്രീ സ്റ്റേറ്റ് എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക. അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പ്രൊജക്ട് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്. ജനങ്ങൾ കൈക്കൂലി കൊടുക്കാതെ തന്നെ കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള സുതാര്യമായ നടപടികൾ ഉണ്ടാകുമെന്നും കാര്യങ്ങൾ നടക്കാൻ പണം കൊടുക്കുന്ന രീതി ജനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രതിരോധം, പുനരധിവാസം, ബോധവൽക്കരണമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ കേരളത്തെ അഴിമതി വിരുദ്ധ സംസ്ഥാനമാക്കാനുള്ള ശക്തമായ നീക്കങ്ങളാണ് ഇനി വിജിലൻസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ജനം, തിരുവനന്തപുരം.